ബ്രില്യൻസ് എഡ്യു അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലാ സാഹിത്യം എന്ന ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സാഹിത്യ പുരസ്കാരങ്ങളാണ്. ഇതിൽ ആദ്യം പഠിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പൊ സാഹിത്യ മേഖലയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ സാഹിത്യ മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കാണ് സംസ്ഥാന സർക്കാർ എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. സംസ്ഥാന സർക്കാർ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993-ലാണ്. 1993-ലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. എല്ലാ വർഷവും നവംബർ 1-ാം തീയതി, അതായത് കേരളപ്പിറവി ദിനത്തോട് അനുബന്ധിച്ചാണ് എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കുന്ന പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. ഇനി പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് ആരാണ്? ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ്. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെ കൂടി ഓർത്തു വെക്കുക. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ്. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്കുമാണ്. ഈ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രഥമ വനിത എന്ന് പറയുന്നത് ആരാണ്? ബാലാമണിയമ്മയാണ്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിത ആരാണ്? ബാലാമണിയമ്മ. അപ്പൊ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്കാണ്. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രഥമ വനിത ആരാണെന്ന് ചോദിച്ചാൽ ബാലാമണിയമ്മയാണ്. ഇനി 2023-ലാണ് എഴുത്തച്ഛൻ പുരസ്കാരം അവസാനം പ്രഖ്യാപിച്ചത്. അപ്പൊ 2023-ല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SP വസന്തന് ആണ്. SP വസന്തനാണ് 2023-ല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2022-ല് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെ കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ 2022-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. സേതു മാധവനാണ്. സേതു മാധവനാണ് 2022-ല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇനി 2021-ലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കാണ്. 2021-ലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്. അപ്പൊ ഇതുകൂടി ഓർമ്മയിരിക്കുക. 2023-ൽ SP വസന്തനാണ്. 2022-ൽ സേതുവിനാണ്. 2021-ൽ ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കാണ്. പ്രഥമ ജേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ്. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് തകഴി ശിവശങ്കരപിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പ്രഥമ വനിത എന്ന് പറയുന്നത് ആരാണ്? ബാലാമണിയമ്മയാണ്. ഓക്കെ.